വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം മുന്നേ ലക്ഷ്മി വന്നിരുന്നു ഷോപ്പ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് നമ്മുടെ കോട്ടൺ കലാഷിൻ്റെ കുറച്ച് പീസസ് എടുക്കാൻ വന്നതാണ്. അതെ, നിങ്ങൾക്ക് ഈ ലക്ഷ്മി അമ്മയുടെ വീഡിയോസ് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിനുശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു നവരാത്രി സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരത് കാണുക. കുറച്ച് മേക്കപ്പ് വീഡിയോസും, അതായത് ട്യൂട്ടോറിയൽ പോലെ മേക്കപ്പ് ട്യൂട്ടോറിയൽ, പിന്നെ അങ്ങനെ കുറച്ച് നവരാത്രി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, ദാറ്റ് ഈസ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് പിങ്കാണ്. അപ്പോൾ പിങ്കിൻ്റെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇപ്പോൾ എടുത്തു. നിങ്ങൾക്ക് എൻ്റെ വേഷം കാണാൻ പറ്റുള്ളൂ. പിങ്ക് കുർത്തിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലിപ് കോംബോ, ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത് ഒരു പിങ്ക് ലിപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ളോഗ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണാമല്ലോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്ളോഗും കൂടെ ചെയ്യാമെന്ന് വെച്ചു. ലക്ഷ്മി വന്ന അതേ സമയത്ത് ഐശ്വര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യം കോട്ടൺ കുർത്തി എടുത്തിട്ട് പോയി. ഐശ്വര്യം എടുത്തൊരു ഹോൾട്ടർ കുർത്തിയാണ് കേട്ടോ. അതെ, ഇതിൻ്റെ ഹോൾട്ടർ നെക്കാണ് കേട്ടോ എടുത്തിട്ട് പോയത്. അപ്പോൾ അമ്മ 2 പീസ് എടുത്തു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ബാക്കി എല്ലാവരും എടുക്കാനായിട്ട്. ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഒരുപാടെന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിട്ടുണ്ട്. പക്ഷേ ലിമിറ്റഡ് പീസസ് ആണ്. പക്ഷേ എന്നാൽ നമുക്ക് ഇനിയും പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്തീസാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് വന്നവർക്കും ഒരു വലിയ താങ്ക്സ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് വന്നിരുന്നു, കുറച്ച് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിനൊരു വലിയ താങ്ക്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിനി അടുത്ത ഫോട്ടോ എടുക്കാൻ പോകുന്നു. ആദ്യം ചായ കുടിക്കാൻ പോകുന്നു. അനില നമുക്ക് വേണ്ടി ചായ ഇട്ടു. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പൂക്കളൊക്കെ ഇവിടെ ഇട്ടു കേട്ടോ. കാരണം ഫെസ്റ്റീവ് സീസൺ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കാരണം നമ്മൾ വീണ്ടും അനില ചായ കൊണ്ടുവരുന്നു. എൻ്റെ ചായ ഈസ് റെഡി. ക്യാമറ എടുത്തപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം ഫോട്ടോ എടുക്കണം എന്ന്. അപ്പോൾ അതേ ഇപ്പം മാസ്റ്റർ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ മാസ്റ്ററിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ആഗ്രഹമില്ലേ ഫോട്ടോസൊക്കെ എടുക്കുക, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു ഫോട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് ഇനി ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നു. ചിരിപ്പിക്കുക. നല്ല വന്നോ? अच्छा फोटो आया मास्टर जी. हाँ, ഞാൻ അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്തു. എൻ്റെ ഈ കളക്ഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. നന്നായിട്ട്, വെരി ഗുഡ്, വെൽ ഡൺ അനു എന്ന് പറയുന്നു ഞാൻ സ്വന്തമായിട്ട്. നമ്മുടെ സ്ലീവ്ലെസ് കളക്ഷനാണിത്. വനസ്പതി ഹാൻഡ് ബ്ലോക്കാണ്. എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം വന്നൊരു ടോപ്പറാണ്. വളരെ നീറ്റ്, മിനിമൽ, ഒന്നുമില്ല, ബോട്ടെക് സ്ലീവ്ലെസ് മാത്രം. സ്ലീവ് വേണമെന്നുള്ളവർക്ക് സ്ലീവ് ഇവിടെ സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഇതൊരു പാറ്റേൺ ആണ്. ഇത് ഈ ചെസ്റ്റിന്റെ യോക്കിന്റെ, അപ്പോൾ യോക്കിന്റെ അവിടെ ചെറിയൊരു പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. വേറെ ഫാബ്രിക്കില് വനസ്പതി.
just make you cry, and I don't wanna fight with you. I would rather lie to you. I promise now's not the right time, and I don't wanna fight with you. I would rather lie to you. I would rather lie. I would rather lie. I don't wanna fight. I would rather lie to you. If I'm honest, I'll just make you cry, and I don't wanna fight with you. I would rather lie to you. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്ത സാരീസ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രോഡക്റ്റ് ഫോട്ടോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് ഇറക്കിയത് പോയിട്ട് നമ്മൾ രണ്ടാമത്തെ റീവർക്ക് ചെയ്ത് ആ സാരീസാണ് ഇപ്പോൾ സിംഗിൾ പീസസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അമ്മ വന്ന സമയത്ത്, അമ്മ ലാസ്റ്റ് ടൈം നമ്മളവിടെ വിസിറ്റ് ചെയ്യാൻ സമയത്ത് ആ ഒരു 2 ഫ്ലോറൽ സാരീസ് അത് നല്ല മൂവിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സെയിം കണ്ടില്ലേ, ഹാൻഡ് വർക്ക് ചെയ്ത ഓർഗാൻസ സാരി ഹാൻഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് 2 പീസും നമ്മൾ തിരിച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ ഇന്നത്തോടു കൂടി എൻ്റെ നവരാത്രി സീരീസ് കഴിയുവാണ്. 9th എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്തു. പിങ്ക് ആണ് ഇന്നത്തെ കളർ. അങ്ങനെ പിങ്കിൽ ഞാൻ ഇന്ന് ചെയ്തത് ഒരു പിങ്ക് ലിപ് ട്യൂട്ടോറിയലാണ്. ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് എങ്ങനെ ചെയ്യാം വേഗം നല്ല ഫിനിഷോട് കൂടി, അങ്ങനെ ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്തതെന്ന്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ എൻ്റെ ലിപ് സ്റ്റെയിനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തത് ഈ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്കാണ് മെബിലിൻ്റെ. ഇതിൻ്റെ ഷെയ്ഡ് കാപ്രീഷ്യസ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്തത്, ആദ്യം ഞാൻ ലൈൻ ചെയ്തത് ഈ ഒരു ലൈനർ യൂസ് ചെയ്തിട്ടാണ്. ഇത് പാക്കിൻ്റെയാണ്, PAC പാക്ക്. ഓക്കെ, പാക്കിൻ്റെ ലിപ് പെൻസിൽ ബെറി എന്ന് പറയുന്ന ഷെയ്ഡ്. അത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്, ബെറി ഷെയ്ഡാണ്. അതും പ്ലസ് ഈ വിനൈൽ ഇങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലിപ് കളർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഡ്രൈവിലിട്ടിട്ട് എൻ്റെ മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ കാണാത്ത ആൾക്കാർ കാണുക. എൻ്റെ ഇപ്പോൾ നവരാത്രി സീരീസ് ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ റീൽസാണ് കേട്ടോ, അത് കാണാതെ ഉണ്ടെങ്കിൽ അതും കാണുക. അതവിടെ തന്നെ കിടപ്പുണ്ട്, എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണുക കേട്ടോ. ഹലോ, എന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. യെസ്, ഞാൻ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ റൂമിലേക്ക് കയറാൻ പോകുന്നു. റൂം കുറച്ച് കുളമായി കിടക്കുകയാണ്, അത് കാരണം റൂം കാണിക്കാൻ പറ്റില്ല. സോറി. യെസ്, ദാറ്റ് ഈസ് ഇന്ന് ഞാനൊരു മൂവിക്ക്, ഓക്കെ എന്നെ കണ്ടുകൂടാൻ തോന്നുന്നു ക്യാമറയ്ക്ക്. എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളിരിക്കുന്നു, അതാ. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൂവിക്ക് ബുക്ക് ചെയ്തു, കോൺജറിങ്. അപ്പോൾ കോൺജറിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇറങ്ങിയല്ലോ, അപ്പോൾ അത് കാണാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ അമ്മ പൊന്നൂനും കൂടി വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. അതായത് നമ്മൾ 3 പേരും ഒരുമിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ സന്ധ്യ ചേച്ചി, അമ്മ, പൊന്നു, ഇപ്പോൾ ശ്യാം ചേട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട്. അത് കാരണം അവർ ഇടവക്കോടുള്ള ശ്രീകാര്യത്തുള്ള വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചായിരിക്കും. കാരണം എനിക്ക് ജനറലി ഇങ്ങനത്തെ സിനിമാസ് എല്ലാം ഭയങ്കര പേടിയാണ്. അത് കുഞ്ഞുനാളിലെ അതങ്ങനെ ശീലിച്ചു പോയി, അങ്ങനെ പേടിച്ച് അങ്ങനെ ശീലിച്ചു പോയി. എൻ്റെ ഭയങ്കര ചിക്കൻ ഹാർട്ടാണ്. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവം കൂടെ കൊണ്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഇത് എയർപോർട്ട്സ് അല്ല, ഇത് സാംസങ് ബഡ്സാണ് കേട്ടോ. അപ്പോൾ ഇതും ബഡ്സും കൂടെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത് ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഇട്ടിട്ടായിരിക്കും ഞാൻ ഫുൾ മൂവി കാണാൻ പോകുന്നത്. കാരണം എനിക്ക് സൗണ്ട് പറ്റില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ചിലപ്പം വല്ല അറ്റാക്കും വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം ഭയങ്കര ചിക്കൻ ഹാർട്ടാണ് എൻ്റെ. ഇത് ഇങ്ങനെ സൗണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പേടി, ആ ഒരു സീൻ പേടി തോന്നുന്നത് തന്നെ ആ ഒരു സൗണ്ട് എഫക്ട്സും ഒക്കെ കാരണമല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്കത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ബഡ്സൊക്കെ കൊണ്ടാണ് കേട്ടോ പോകുന്നത് എല്ലാ മൂവിക്കും. ഇതിന് മുന്നേ ഞാൻ ഹെഡ്ഫോൺസൊക്കെ വെച്ച് പാട്ട് കേട്ടിരിക്കും. എന്നിട്ട് പക്ഷേ എന്നാലും ഞാൻ കാണും. എനിക്ക്
ഓൾമോസ്റ്റ് എല്ലാ ഹൊറർ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹൊറർ മൂവീസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വിഷയമായിട്ട് തന്നെ കാണിക്കാറുമുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ ചെവി പൊത്തിയിട്ടോ അല്ലെങ്കിൽ പാട്ട് സിസ്റ്റം ഹെഡ്ഫോൺസ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ കാണുന്നത്. ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് എനിക്ക്. അപ്പോൾ വിഷയമായിട്ട് എന്നോട് പറയാം, അനു തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുന്ന റിസ്ക്കാണ്, അഥവാ ഇൻ കേസ് അനു ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കിപ്പോൾ സമയം കിട്ടിയ സ്ഥിതിക്ക് വിഷയത്തിനെ ഒന്ന് വിളിച്ച് നോക്കാം, എടുക്കുമെന്നൊന്ന് നോക്കട്ടെ. കോളിംഗ്. ഹായ് വിഷേട്ടാ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണേ. വ്ളോഗ്. ഓക്കെ, ബ്രേക്ക് ആവുന്നല്ലോ. ഒരു ഹായ് പറയോ? ഓഹോ, ഒരു ഹായ് പറയോ? ഇതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഹായ് പറയൂ. വെൽക്കം ബാക്ക്. ഹായ് ഹായ്, എല്ലാവർക്കും സുഖമാണോ? അവരെ ഇന്ന് കോൺജറിങ് കാണാൻ പോവാണ്. ഓ വെരി ഗുഡ്. അപ്പോൾ ഇനി സംസാരിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തു. ഞാനൊരു ജീൻസും ഒരു ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലാഷ് ഓൺ ചെയ്ത് വെച്ചിരിക്കാം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ റൂമിൽ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ രാത്രി ഇരുട്ടിയ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുളിക്കാനൊക്കെ കയറുന്ന സമയത്തെ ഈ ഫ്ലാഷ് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഫ്ലാഷ് ഓൺ ചെയ്ത് റൂമിൽ ബെഡിൻ്റെ പുറത്ത് ഫോൺ വെച്ചിട്ട് ഞാൻ പോവും. കാരണം പെട്ടെന്ന് ലൈറ്റൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് ആദ്യം പോകുമല്ലോ, പോയി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാലല്ലേ പുറത്തോട്ടുള്ള വെളിച്ചമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാം പ്രിക്കോഷൻസ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്രീം ആദ്യം ഇടുന്നു. ഇത് എസ്റ്റേ ലോഡറിൻ്റെ ക്രീമാണ്. ക്രീം എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ. ഒരു മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുന്നു. എന്നിട്ട് ഫ്ലഷില്ലാതെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ല. പിന്നെ ഒരു ബ്രോ എൻഹാൻസറോ ബ്രോ പെൻസിലോ, ഞാനിപ്പോൾ നൈക്കയുടെ ബ്രോ എൻഹാൻസറാണ് ഇടുന്നത്. പിന്നെ ബ്രഷ് ഭയങ്കര ഫ്ലഫിയാണ് കേട്ടോ, അതുകൊണ്ട് പുറത്തോട്ടൊക്കെ വീഴും. എക്സാക്ട്ലി ബ്രോസ് തന്നെയല്ല, പുറത്തോട്ടും കൂടെ പോകും, അത്ര നല്ലതല്ല. എൻ്റെ കയ്യിൽ കിട്ടിയ മസ്കാര ഈസ് നൈക്ക സൂപ്പർ ലൈറ്റ് പെപ്റ്റൈഡ് മസ്കാര. പിന്നെ ലിപ്സ്റ്റിക് ഇടാതെ ഒരു പരിപാടിയില്ല. അതെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലോറിയാലിൻ്റെ മേജർ ക്രഷ് എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതും ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്യും. ഇപ്പോൾ ഈയിടെയായിട്ട് ഇത് പ്ലസ് ലോറിയാലിൻ്റെ തന്നെ ഐ ഗ്രാസ്പ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് അതും കൂടി മിക്സ് ചെയ്യും. കാരണം ഇത് പിങ്കിഷാണ്, ഇത് ഭയങ്കര ന്യൂഡാണ്. ഓക്കെ, ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു തരാം. റൂം വൃത്തികേടാണ്, അങ്ങോട്ട് നോക്കണ്ട. അതെ, ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചാണ്. എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചതാണ്. കണ്ടില്ലേ എൻ്റെ ജീൻസ് കണ്ടോ? ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഒരു ലാസ്റ്റ് വീക്ക് ഞാൻ കുറച്ച് ജീൻസ് മേടിച്ചു. ഒരു 3 ജീൻസും ഡിവൈസിന് ഒരു വൈഡ് ലെഗ് ജീനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ. മറ്റേ ഇവിടെ ഫിറ്റിംഗ് എനിക്കറിയാം. പ്രസവിച്ച് കഴിഞ്ഞവർക്കെല്ലാം ഈ മമ്മ പൗച്ചുണ്ട്. മമ്മി പൂച്ച് മമ്മി പൂച്ച് എന്ന് പറയില്ലേ, അതുണ്ട്. എനിക്കുണ്ട്. ബാക്കിലൊക്കെ ഞാനൊന്ന് ടക്കിൻ ചെയ്ത് വെക്കും. ഫ്രണ്ടിലോട്ടും കൂടി ഇങ്ങനെ ഒന്ന് ടക്കിൻ ചെയ്ത് വെച്ചാൽ മതി, ഒരു സ്റ്റൈലിന്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വേഷം. ഓക്കെ, എൻ്റെ മേക്കപ്പും കഴിഞ്ഞത്. എത്ര പെട്ടെന്നാണ് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞത്. ഇത്രേ ഉള്ളൂ. എൻ്റെ ഫ്രെക്കിൾസ് എല്ലാം കാണാം, അതെനിക്കിഷ്ടമാണ്, എൻ്റെ ഫ്രെക്കിൾസ്. ഇനി ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ഞാൻ യൂസ് ചെയ്ത DJയുടെ ക്യാമറയാണ്, അത് ഞാൻ കൊണ്ടുപോകുന്നില്ല.
കാരണം ഫിലിം ഹാളിൽ കയറുമ്പോൾ ക്യാമറ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് ഞാൻ എന്തായാലും റെക്കോർഡൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും കൊണ്ടുപോകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. അവിടെ ചെന്നിട്ട് അവിടെ ബിറ്റ്സ് ആൻഡ് പീസസ് എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ കവർ ചെയ്യും. അവിടെ അമ്മു പൊന്നു സന്ദേശിച്ച് കൊണ്ടുവിടും, തിരിച്ച് എന്നെ സന്ദേശിച്ച് എന്നെ കൊണ്ടുവിടാം. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, എൻ്റെ വളരെയധികം ചിക്കൻ ഹാർട്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ലുലുവിൽ വെച്ച് കാണാം. ഓക്കെ, ഞാനിനി ഊബറിലായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. ഊബർ ഓട്ടോ അതാണ് ലാഭം. ഊബർ കാർ ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ലുലു വരെ പോകാൻ തന്നെ ഒരു 400 റുപ്പീസെങ്കിലും അവർ മേടിക്കും. പക്ഷേ അതിനെക്കാട്ട് നല്ലത് ഊബർ ഓട്ടോ ആണ്. അതാകുമ്പോൾ ഒരു 100-150-200 രൂപയ്ക്കകത്ത് എനിക്ക് പോയിട്ട് വരാം, പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഊബർ ഓട്ടോ ഒന്ന് ബുക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ. Space to think this through. Call me all night long. Try to give you hints and a heart to see. Right on the line, no. Losing it on you's the last thing I need. If I'm honest, I'll just make you cry. Fight with you, I would rather lie to you. I promise now's not the right time. Yeah, I don't wanna fight with you. I would rather lie to you. അമ്മു പൊന്നു എത്തി. അമ്മു എക്സൈറ്റഡ് ആണോ മൂവി കാണാൻ? പൊന്നു എക്സൈറ്റഡ് ആണ്. അനുശേഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കഥ പറഞ്ഞിട്ടാണ് വന്നത് എൻ്റെ ചിക്കൻ ഹാർട്ടിൻ്റെ കാര്യം. എനിക്കറിയില്ല അനുസരിച്ച് എങ്ങനെയാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. തിരിച്ച് വീട്ടിൽ പോകണം. അതുകൊണ്ട് എന്നെ സന്ധ്യ ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ട് വിടാമെന്ന്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് വിശ്വേട്ടൻ എന്നോട് പറഞ്ഞു, വിശ്വേട്ടനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ധൈര്യം പോരാ, കുറച്ച് സമയം അടുത്തടുത്ത് വരുന്നോറും ധൈര്യം പോരാ. അത് അമ്മ ഇങ്ങനെ തനിച്ച് പോകാന്നൊക്കെ പറഞ്ഞു. അല്ലാത്ത രാത്രി തനിച്ചു പോകാൻ കുഴപ്പമില്ല, പക്ഷെ മൂവി കണ്ടിട്ട് പോകാൻ പാടാണ്. യെസ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവരുടെ കൂടെ തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. എൻ്റെ പുതിയ ജീൻസ് എങ്ങനെയുണ്ട്? എൻ്റെ പുതിയ ടോപ്പ് എങ്ങനെയുണ്ട്? കണ്ടു. ഓക്കെ. പൊന്നു പറഞ്ഞത് സ്ട്രോബെറി യെസ്സായി. ഞാനും അമ്മും മാച്ചാ. പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രെഡും പറഞ്ഞു, ചീസ് ഫ്ലാറ്റ് ബ്രെഡ്. അപ്പൊ ഇനി മൂവി കണ്ടിട്ട് കാണാം അല്ലേ? അപ്പൊ പോപ്കോൺ, ബട്ടർ പോപ്കോണും ക്യാരമലും മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ മൂവി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഫണ്ണ്. ഓക്കെ, കൊള്ളായിരുന്നു, കുഴപ്പമില്ല. അത്ര സൂപ്പറല്ല, പക്ഷെ ഓക്കെ മൂവി അല്ലേ? ഓക്കെ മൂവി അല്ലേ? ഓക്കെ. ഞാൻ പക്ഷേ ഇയർഫോൺസ് വെച്ചിട്ടുണ്ട്, നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ട്. അതാ പൊന്നു ഇങ്ങനെ I know you feel like you want me, and I guess in a way you do. Holding my breath, unraveling emotions. I need
this through. Call me all night. നമ്മൾ ഇന്നിവിടെ പൂജ വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആയുധ പൂജയ്ക്ക് വേണ്ടിയിട്ട്. Losing it on you's the last thing I need. If I'm honest, I'll just make you cry. And I don't wanna fight with you. I would rather lie to you. I promise now's not the right time. And I don't wanna fight with you. I would rather. ഹലോ, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഷോപ്പിലേക്ക് വന്നു. എൻ്റെ എല്ലാ വീഡിയോസിലും ഓൾമോസ്റ്റ് എല്ലാ ഡേ തുടങ്ങുന്നതും ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഹലോ, ഞാൻ ഷോപ്പിലേക്ക് വന്നു. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഷോപ്പിലേക്ക് വന്നു കാരണം ഇന്നിവിടെ പൂജ വയ്ക്കുന്നതിൻ്റെ കുറച്ച് പരിപാടിയായിട്ട് എല്ലാവരും തിരക്കാണ്. ആയുധ പൂജയാണല്ലോ നമുക്ക് വെക്കേണ്ടത്. അപ്പം അതിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് തന്നെ ഇന്നലെ ഷൂട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അത് എൻ്റെ സ്റ്റാഫ് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അത് വെബ്സൈറ്റിൽ ഇനി അവർ തന്നെ അത് അപ്ലോഡ് ചെയ്തോളും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും തിരക്കാണ്. നമുക്ക് പൂജ വയ്ക്കുന്ന ദിവസമൊന്നും ഇവിടെ ലീവില്ല. ആക്ച്വലി നമ്മൾ കസ്റ്റമേഴ്സ് ആരെങ്കിലും ആ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിന്ന് രാവിലെ ഒരു ഉച്ചയായപ്പോൾ, ഞാനിപ്പോൾ ഉച്ച സമയമാണ്, ഉച്ചയായപ്പോൾ ഞാൻ എത്തി. ഇന്നലെ കോൺജോറിങ് കണ്ടതിൻ്റെ ക്ഷീണത്തിൽ ഒരു 3:30 മണി കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ ചുമ്മാ എനിക്ക് ആക്ച്വലി പേടിയൊന്നുമില്ല. കാരണം ഇന്നലെ ഓക്കെ ആയിരുന്നു. എനിക്ക് എല്ലാ മൂവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ഹായ് ഹായ്. ചേച്ചി കണ്ടില്ല, ഫേസ് ട്രാക്ക് ചെയ്തില്ല. സന്ധ്യ ചേച്ചി, അമ്മു, പൊന്നും ഇവിടെ വന്നിരിക്കുന്നു ഷോപ്പ് ചെയ്യാൻ. ലേബിളിൽ യെസ്, ഷോപ്പിംഗ് അറ്റ് ലേബിൾ. നല്ല സൂപ്പർ കുർത്തീസ് എല്ലാം മേടിച്ചോണ്ട് പോകുമ്പോൾ എല്ലാം മേടിക്കാൻ ആക്ച്വലി എല്ലാം നല്ല ഡിസൈൻസ് ആണ്. നല്ല അതെ, ഇടുമ്പോൾ നല്ല രസമാണ്, നല്ലതായിട്ട് ചേരുന്നുണ്ട്. എപ്പോഴും ഡെയിലി വെയർ ആയിട്ടും എല്ലാം ഇടാം. സൂപ്പർ സാധനം ചേച്ചി. വേണ്ട വേണ്ട. ഇപ്പൊ ട്രയലും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹായ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആക്ച്വലി രാവിലെ ലേറ്റായി എണീറ്റപ്പോൾ ഇന്നും ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പോത്തീസിൽ നിന്നൊരു പട്ടുപാവാട മേടിക്കാൻ പോയി. എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, ഷോപ്പിൽ വർക്ക് ഇപ്പോൾ കൂടുതലാണത് കാരണം. അപ്പോൾ ഞാൻ പോത്തീസിൽ നിന്ന് പോയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് പട്ടുപാവാട മേടിച്ചു. പട്ടുപാവാട സ്കേർട്ട് ആൻഡ് ടോപ്പ് കേട്ടോ, അതങ്ങനെ ഒരു ട്രഡീഷണൽ പട്ടുപാവാടയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് എടുത്തതിന് ശേഷം ഞാൻ ഷോപ്പിലേക്ക് വന്നു. ഇനി ഇവിടെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. നാളെയാണ് മോളെ എഴുത്തിനെത്തുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പട്ടുപാവാട ഷോപ്പിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ പോയിട്ടിപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ ഷോപ്പിൻ്റെ അവിടെ എത്തി. ഇനി ഞാൻ ഇറങ്ങി അകത്ത് പോയിട്ട് കുറച്ച് വർക്ക് ഉണ്ട് എനിക്ക്, അതെല്ലാം ചെയ്ത് തീർക്കണം. എത്തിയിട്ട് ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. കാരണം ഇന്ന് ഈ വ്ളോഗ് എനിക്ക് എഡിറ്റ് ചെയ്തിട്ടിടണമെന്നുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്ളോഗ്, അപ്പം അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സന്ധ്യ ചേച്ചി, അമ്മു, പൊന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ചേച്ചിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് സോണി എന്ന് പറയുന്ന ചേച്ചി. അപ്പോൾ സോണി ചേച്ചിയും മോള് ഫിയോണോ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മോളിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് തീർക്കണമായിരുന്നു. അത് കാരണം ആണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. എനിക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോകണമായിരുന്നു. അല്ലാതെ ഞാൻ കുറേ ദിവസം കൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നല്ലോ ഞാനൊരു പുതിയ ലാപ്ടോപ്പ് മേടിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ എനിക്കൊരു നല്ല ലാപ്ടോപ്പ് ബാഗ് മേടിക്കണമായിരുന്നു, ഒരു കോമ്പാക്റ്റ് നല്ലൊരു ലാപ്ടോപ്പ് ബാഗ്. കാരണം എൻ്റെ ലാപ്ടോപ്പ് ഡിസേർവ്സ് നല്ലൊരു ലാപ്ടോപ്പ് ബാഗ്. അപ്പോൾ അത് കാരണം ഞാനത് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ ഞാനൊരു ലാപ്ടോപ്പ് ബാഗ് മേടിച്ചു. ഞാനത് വ്ളോഗൊന്നും ചെയ്തില്ല കേട്ടോ. ഒരു ലാപ്ടോപ്പ് ബാഗ് മേടിച്ചു. ഇതാണ് ഞാൻ മേടിച്ച ലാപ്ടോപ്പ് ബാഗ്. അപ്പോൾ നല്ല ബേസിക്, ഇത് ഞാൻ ഗെസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ മേടിച്ചത്. ഒരു വീഗൻ ലെതറാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ജനറലി ഞാൻ ലെതർ ബാഗ്സ് യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ അതിനൊക്കെ എഗെയിൻസ്റ്റാണ്. ആനിമൽ ക്രൂവൽറ്റി അതിൻ്റെയൊക്കെ ഭയങ്കര എഗെയിൻസ്റ്റാണ്. അപ്പോൾ അത് കാരണം ലെതർ ഞാൻ അങ്ങനെ മേടിക്കാറില്ല.
അത് കാരണം എനിക്ക് വീഗൻ ലെതർ വരുമ്പോൾ എനിക്ക് ഈ ബ്രാൻഡിൻ്റെ ഗസ്സിൻ്റെ ബാഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു ഗസ്സിൻ്റെ ബാഗ്സൊക്കെ. അതുകൂടാതെ ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന എൻ്റെ ഒരു മേക്കപ്പ് വാനിറ്റി ബാഗുണ്ട്, അതും ഗസ്സിൻ്റെയാണ്. ഒത്തിരി വർഷമായി അത് മേടിച്ചിട്ട്, പക്ഷേ അത് നല്ല ക്വാളിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ലിംഗ് ബാഗ് മേടിച്ചു. ആക്ച്വലി എൻ്റെ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ്. ഇത് ഞാൻ അല്ലാതെ ഒരു ബാഗ് മേടിച്ചു. ഇത് ടോമിയുടെ ബാഗാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു. ഇന്നലെ ഫ്ലെയിം ആൻഡ് ഗോ എന്നാണ് കഴിച്ചത്. അപ്പം ഞാൻ റാമൻ നൂഡിലാണ് കഴിച്ചത്. ഞാൻ വ്രതമാണ്. അപ്പോൾ ഞാൻ മഷ്റൂം റാമൻ നൂഡിൽ, വൈൽഡ് മഷ്റൂം റാമൻ നൂഡിലാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു 12:30 മണിയായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. സന്ധ്യയാണ് തിരിച്ച് ഡ്രോപ്പ് ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പോത്തീസിൽ പോയിട്ടുണ്ടായിരുന്നു. പോത്തീസിൽ പോയിട്ട് ഞാൻ മൂക്ക് വേണ്ടി പട്ടുപാവാട മേടിച്ചിട്ട് വന്നു. പട്ടുപാവാട വെച്ചാൽ ഞാൻ പറഞ്ഞു സ്കേർട്ട് ആൻഡ് ടോപ്പ്, അങ്ങനെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ടൈപ്പ്. അത് ഒരു വാടാമുല്ല കളറിൽ കിട്ടിയൊരു പട്ടുപാവാട, ഒരു സ്കേർട്ട് ബ്ലൗസാണ്. അപ്പോൾ അത് മേടിച്ചു. മോളെ എഴുത്തിനിരുത്തുവാണ് നാളെ. അപ്പോൾ അതൊരു മൈൽ സ്റ്റോൺ ആണല്ലോ, മോളുടെ ലൈഫിൽ നടക്കുന്ന ഒരു വളരെ നല്ലൊരു കാര്യമാണ്. വലുതായി പോകുന്ന പോലെ മോള് പെട്ടെന്ന് സമയം പെട്ടെന്ന് പോകുന്നു. ഇന്നലെ എന്താ പ്രസവിച്ചതറിയാം, പിന്നെ പെട്ടെന്ന് സമയം പോയത്. അങ്ങനെ അതൊരു വലിയൊരു മൈൽ സ്റ്റോണിൽ നിൽക്കുവാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എത്രമാത്രം ലെങ്തായെന്ന് എനിക്ക് ഇപ്പം തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ബാക്കി ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് ലൈഫ് ലേറ്റ്ലി അങ്ങനെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കീപ്പ് ഓൺ സപ്പോർട്ടിങ്, വീഡിയോസ് കാണുക. ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, ഞാൻ എഫേർട്ട് ഇട്ട് ഇടുന്നുണ്ട്. എനിക്കറിയാം വ്യൂസ് കുറച്ച് കുറവാണ്. അത് വേറെ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ എന്നെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ലൊരു കൺസിസ്റ്റൻ്റായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇൻകൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്ന കാരണം ആരും ഇപ്പം അധികം കാണുന്നില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. എല്ലാവർക്കും ഹാപ്പി നവരാത്രി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.